നമ്മുടെ ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മൾ മലയാളികൾ എങ്ങനെയാണ് വ്യത്യസ്തരാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രബുദ്ധരാണ് എന്ന് മറ്റുള്ളവർ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയം വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മൾ മലയാളികൾക്ക് നമ്മുടെ പ്രത്യേകതയിൽ ഏറ്റവും ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മതസ്പർദ്ധ, അല്ലെങ്കിൽ പരസ്പരം മതത്തെ കുറ്റം പറയുക, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വിദ്വേഷം, വർഗീയത എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മൾക്ക് കുറവാണ് മലയാളികൾക്ക്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണ്, മലയാളികൾക്ക് വിവരവും വിദ്യാഭ്യാസവും ഉണ്ട് എന്നുള്ളൊരു കാരണം കൊണ്ടും, പിന്നെ അതുപോലെ തന്നെ മതത്തിന് നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങൾ ഉള്ളവർ മതത്തിന് കൊടുക്കുന്ന അത്രയും പ്രാധാന്യം നമ്മൾ കേരളത്തിൽ കൊടുക്കുന്നില്ല എന്നത് ഉള്ളത് കൊണ്ടും മാത്രമാണ് എന്ന് നമ്മൾ ഇത്രയും കാലം തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് അനങ്ങുമ്പോൾ എന്തിനേയും മതത്തിൻ്റെ പേരിൽ പൊക്കിപ്പിടിച്ചുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും മതത്തിൻ്റെ പേരിൽ പൊക്കിപ്പിടിച്ച് പരസ്പരം വിദ്വേഷവും വെറുപ്പും തമ്മിലടിയും കാത്തു സൂക്ഷിക്കുന്ന, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു, ശരിക്കും പറഞ്ഞാൽ ഒരു വിവരം കെട്ട അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മലയാളികൾ. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഈരാറ്റുപേട്ട എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായ ഒരു നിസാര വാഹന അപകടത്തെ ഇത്രയും വർഗീയ വിഷം ചീറ്റുന്ന രീതിയിലേക്ക് എത്തിക്കാനും ഇതൊക്കെ നമ്മൾ കണ്ട കാര്യമാണ്. ഇത് ആരെയും കൈനീട്ട് പറയുന്ന കാര്യമല്ല. ഓക്കെ. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഇത്ര ഒരു ചെറിയൊരു വാഹനാപകടത്തെ രണ്ട് കുട്ടികൾ മുൻപേ ഹെൽമെറ്റ് ഇല്ലാതെ പോയിട്ട് ആ കുട്ടികൾക്ക് പെറ്റി കൊടുത്ത്, അത് പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ട് പെറ്റി കൊടുത്ത് തീർക്കേണ്ട ഒരു വിഷയത്തെ അത് വലിയൊരു വർഗീയ പ്രശ്നമാക്കി മാറ്റി സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും ചർച്ച ചെയ്യുന്ന തരത്തിൽ ഒരു വലിയ വർഗീയ പ്രശ്നമാക്കി മാറ്റാനായിട്ട് എന്താ പറയുക, നമ്മൾ മലയാളികൾ കാണിച്ച ആ ഒരു താല്പര്യം, അത് എത്രത്തോളം നമ്മളുടെ എല്ലാവരുടെ മനസ്സിൽ വർഗീയതയുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം നമ്മളുടെ ആ ഗുരു എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ സിനിമ ശരിക്കും പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഇറങ്ങുന്ന സിനിമയായിരുന്നു. എനിക്ക് തോന്നുന്നത് ആ കാലഘട്ടത്തിൽ ഗുരു എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ കാലഘട്ടത്തിൽ ആ സിനിമ എന്തുകൊണ്ട് ഫ്ലോപ്പായി എന്ന് പറഞ്ഞാൽ അന്നത്തെ ജനങ്ങൾക്കിടയിൽ ഒരുപക്ഷെ മതവും ഈ പറയുന്ന പോലെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഹിന്ദുക്കൾ ക്രിസ്ത്യാനികളെയും, ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളെയും, മുസ്ലിങ്ങൾ എല്ലാ വിഭാഗത്തെയും ഒക്കെ പിന്നെ ബഹുമാനിച്ചിരുന്ന, അല്ലെങ്കിൽ വന്ദിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. എല്ലാ ദൈവങ്ങൾക്കും, അല്ലെ എല്ലാ മതസ്ഥർക്കും പരസ്പരം എന്താ പറയുക, ബഹുമാനവും ഈ പറയുന്നത് പോലെ ആദരവൊക്കെ കൊടുത്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഗുരു എന്ന് പറയുന്ന സിനിമ ആ കാലഘട്ടത്തിൽ വിജയിക്കാതെ പോയത്. കാരണം ആ സിനിമയിൽ കാണിക്കുന്ന ആ ഒരു കാര്യങ്ങൾ ഒരു പക്ഷേ അതൊരു നാട്ടിൽ നടന്നിട്ടില്ലാത്ത, അല്ലെങ്കിൽ നടന്നിട്ടുണ്ടെങ്കിൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരു അനുഭവം ആയതുകൊണ്ട് ആളുകൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട്, അംഗീകരിക്കാനായിട്ട് പ്രയാസപ്പെട്ടിരുന്നു. പക്ഷേ ഇന്നാണ് ഗുരു എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിരുന്നെങ്കിൽ 100-ൽ 110% വിജയം ഉറപ്പായിരുന്നു. കാരണം ആ സിനിമ വർഗീയ വിഷം എങ്ങനെയാണ് വർഗീയ വിഷം പുറപ്പെടുവിക്കുന്നതെന്നും അത് ആരാണ് അതിൻ്റെ പിന്നിലെന്നും വ്യക്തമായിട്ട് കാണിക്കുന്ന സിനിമയായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ആ സിനിമ ഇന്നിറങ്ങിയാൽ വൻ വിജയമായിട്ട് തീരും, ബോക്സ് ഓഫീസ് നിറയും. ഒരുപക്ഷെ ആ സിനിമയുടെ റെക്കോർഡ് തകർക്കാനായിട്ട് പിന്നെ വരുന്ന ഒരു സിനിമയ്ക്കും സാധിക്കത്തില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ നാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ, നിസ്സാര ചെറിയ കാര്യങ്ങളെ ഊതിപ്പെരുപ്പിച്ച് വഷളാക്കി, അത് വർഗീയതയെ, പ്രത്യേകിച്ച് ഇപ്പം ഒരു ക്രൈം നടന്നാലും ആദ്യം അന്വേഷിക്കുന്ന ആ വ്യക്തിയുടെ പേരാണ്. ആ പേര് അടിസ്ഥാനമാക്കിയാണ് പിന്നീട് ആ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. ഓർത്ത് നോക്കിയാൽ നമ്മുടെ നാട് എത്രത്തോളം വർഗീയതയിലേക്ക് പോയി എന്നുള്ളത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഒരു ക്രിസ്ത്യൻ പാട്ട് ഒരു ഭജനയിൽ പാടിയതിന് എന്തുമാത്രം പ്രശ്നമാണ്. ഒരുപക്ഷെ ആ കമ്മിറ്റിക്കാർക്കോ അവിടെ കൂടിയിരുന്ന ആ വേദിയിലിരുന്ന പ്രേക്ഷകർക്കോ കാണികൾക്കോ ഇല്ലാത്ത പ്രശ്നമായിരുന്നു സോഷ്യൽ മീഡിയയിലും. പിന്നെ മറ്റേ ആ ടീച്ചറുണ്ടല്ലോ, ശശീല ടീച്ചർ, ആ ടീച്ചറിനെ പോലെ എന്താ പറയുക, സമൂഹം അറിയുന്ന പബ്ലിക് ഫിഗറായിട്ടുള്ള ആളുകളെ പോലെയുള്ളവർ അവരുടെ മനസ്സിലെ വിഷം ചീറ്റുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്തരം പ്രവണതകൾ, ഒരുപക്ഷെ ആ ഒരു പാട്ട് നമുക്കറിയാം, ഇന്ന് നമ്മൾ കമ്പയർ ചെയ്താൽ അതിനകത്തൊരു സ്വാമി വന്നിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടാണ്. എന്താ പറയുക, ക്രിസ്ത്യാനികൾ കണ്ടുപിടിച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചിട്ട് ക്രിസ്ത്യാനികളെ ചീത്ത പറയുന്നത് എന്ത് ന്യായമെന്ന്. സത്യമാണ്, അത് 100% സത്യമാണ്. അത് ഞാനൊരു ക്രിസ്ത്യൻ ഭാഗത്തേക്ക് ചായുന്നല്ല. അതുപോലെ തന്നെ ഹിന്ദുസവും, നമ്മൾ ഈ പറയുന്ന പോലെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, അവിടെ മതത്തിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, മനുഷ്യനാണ്. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ സ്വാമി പറഞ്ഞതിൽ തെറ്റുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി അല്ല കണ്ടുപിടിച്ചത്, മനുഷ്യരാണ് കണ്ടുപിടിച്ചത്. അത് നിർഭാഗ്യവശാൽ ക്രിസ്ത്യൻ വിഭാഗത്തിലേക്കായി പോയി എന്നുള്ളതാണ് സത്യം. അത് കണ്ടുപിടിച്ചത് മുഴുവൻ മനുഷ്യനാണ്, അല്ലാതെ ക്രിസ്ത്യാനി കണ്ടുപിടിച്ചിട്ടില്ല, ഒന്നും മുസ്ലിം കണ്ടുപിടിച്ചിട്ടില്ല, ഹിന്ദു കണ്ടുപിടിച്ചിട്ടില്ല. കണ്ടുപിടിച്ചതെല്ലാം ഇതിലൊന്നും പെടാത്ത മനുഷ്യരാണ്. അതായത് ഒരുപക്ഷെ ഭൂമിയുടെ യഥാർത്ഥ ഉറവിടങ്ങൾ കണ്ടെത്താനായിട്ട്, യഥാർത്ഥ ഭൂമിയുടെ കുറേ ശക്തി മനുഷ്യന് എങ്ങനെ സഹായകരമാവും എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ ഭൂമിയെ കൊണ്ട് ഇനിയും മനുഷ്യന് എന്ത് ഉപകാരം ഉണ്ടാവും എന്ന് നിത്യേന ദിനം പ്രതി ചിന്തിച്ച്, ഊണ് ഉറക്കമില്ലാതെ ചിന്തിച്ച്, ഒരുപക്ഷെ
പിന്നെ ഈ പറയുന്ന ദൈവവും ദേവനൊന്നും ഇല്ലാത്ത ചിന്തകൾ മുഴുവൻ കണ്ടുപിടുത്തങ്ങൾക്കായിട്ട് ഉപയോഗിച്ച യഥാർത്ഥ പച്ച മനുഷ്യർ കണ്ടുപിടിച്ച കുറേ കണ്ടുപിടുത്തങ്ങളാണ് നമ്മൾ ഇന്ന് ശരിക്കും വെച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ക്രിസ്ത്യാനി എന്നില്ല, മുസ്ലിം എന്നില്ല, ഹിന്ദു എന്നില്ല, അവിടെ മനുഷ്യർ മാത്രമേ ഉള്ളൂ. ഈ കണ്ടുപിടിച്ചവരൊക്കെ എന്താ പറയുക, കണ്ടുപിടുത്തങ്ങൾ മാറ്റി വെച്ചിട്ട് ദൈവങ്ങളെ തിരക്കി പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ഈ പറയുന്ന കണ്ടുപിടുത്തങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സ്വാമി പറഞ്ഞതിനകത്ത് ഒരു തിരുത്തുണ്ട്. അത് ക്രിസ്ത്യാനി കണ്ടുപിടിച്ചതല്ല, യഥാർത്ഥ മനുഷ്യർ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഈ ഈരാറ്റുപേട്ടയിൽ നടന്ന ചെറിയൊരു വാഹനാപകടത്തെ ഇത്രയും വർഗീയവൽക്കരിച്ച് ഇത്രയും പിന്നെ പ്രശ്നങ്ങളിലേക്ക് എത്തിച്ച് അത് എന്താ പറയുക, ഈരാറ്റുപേട്ട എന്ന ഒരു സ്ഥലത്ത് ഈ പറയുന്ന അത് മുസ്ലിങ്ങളുടെ സ്ഥലമാക്കി മാറ്റുക ഒരിക്കലുമല്ല. അത് മുസ്ലിങ്ങളുടെ സ്ഥലമല്ല, അതാരും എഴുതി കൊടുത്തിട്ടുമില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ തന്നെ ക്രിസ്ത്യാനികൾക്കായിട്ട് പ്രത്യേകിച്ച് സ്ഥലമില്ല. എല്ലാവരും മനുഷ്യർ താമസിക്കുന്ന സ്ഥലമാണ്. ടാക്സ് പേ ചെയ്യുന്ന മനുഷ്യർക്ക് മാത്രം താമസിക്കാനുള്ള സ്ഥലമാണ്. അല്ല ഹിന്ദുക്കൾക്ക് കയറി താമസിക്കാനും ക്രിസ്ത്യാനികൾക്ക് കയറി കൈയടക്കാനും മുസ്ലിങ്ങൾക്ക് കയറി കൈയടക്കാനുമായിട്ട് ഇവിടെ പ്രത്യേക സ്ഥലമോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അതിൻ്റെ വീഴ്ച അല്ലെങ്കിൽ അതിൻ്റെ കുറവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഭരണാധികാരികൾക്ക് കഴിവില്ലാതെ പോയതുകൊണ്ടാണ്. അവർ മതനേതാക്കന്മാരെ പ്രീതിപ്പെടുത്തേണ്ട അവസ്ഥ വന്നതുകൊണ്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ എല്ലാവരെയും ഒരേ നിലക്ക് നിർത്താൻ, അതായത് ഇവിടെ മതം പറയാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു മതത്തിനും എഴുതി കൊടുത്തിട്ടില്ല, ഒരു വിഭാഗവും ഒരു സ്ഥലവും ഒരു വിഭാഗത്തിന് എഴുതി കൊടുത്തിട്ടില്ല എന്ന് ആർജവത്തോടെ പറയാനുള്ള ഒരു എന്താ പറയുക, ഈ ഭരണ നേതാക്കൾ ഇല്ലാതെ പോയി. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈരാറ്റുപേട്ട മുസ്ലിങ്ങൾക്കും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കോട്ടയം ക്രിസ്ത്യാനികൾക്കും എന്നൊക്കെ പറഞ്ഞ് തള്ളുന്നത്. നമ്മുടെ നാട്ടിൽ ഭരണകർത്താക്കൾ അല്ലെങ്കിൽ നിയമം ശക്തമായ നടപടികൾ എടുക്കാനുള്ള കഴിവുണ്ടായിരുന്ന ഭരണകർത്താക്കൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരം വാക്കുകൾ ഉച്ചരിക്കാൻ പോലും ആരും തയ്യാറാകത്തില്ലായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഇത്തരം മതസ്പർദ്ധ വളർത്തുന്ന പോസ്റ്റുകളോ അല്ലെങ്കിൽ കമൻറ്റുകളോ വരാനിടയുണ്ടാകത്തില്ലായിരുന്നു, പിടിച്ചാകത്തിട്ട് തന്നെ. പക്ഷെ നമ്മുടെ നാട്ടിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും ഊതി വീർപ്പിച്ച് അത് വർഗീയ വിഷം തീണ്ടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമ്പോഴും ഭരണവും നിയമവും ഭരണകർത്താക്കളും എല്ലാം നോക്കുകുത്തികളായിട്ട് മാറുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇത് വരാൻ പോണ ഒരു ഏറ്റവും വലിയ ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ, ഇന്നല്ലെങ്കിൽ നാളെ ഈ തെരുവിലിറങ്ങിയിട്ട് ഇപ്പോൾ പഴയതിനേക്കാൾ കൂടുതൽ നമ്മൾ 80, 90 സിനിമയിലൊക്കെ എടുത്ത് നോക്കിയാൽ ആ സിനിമയിൽ മുഴുവൻ ഉടനീളം ഈ മതങ്ങൾ നമുക്കറിയാം, മതങ്ങളെ നിന്ദിച്ചുകൊണ്ടും അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരെ നിന്ദിച്ചുകൊണ്ടും സവർണരെ ഒരുപാട് മുകളിലേക്ക് പിന്നെ എന്താ പറയുക അല്ലേ, പിന്നെ അയിത്തങ്ങൾ കൽപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തെ കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് എത്രയോ സിനിമകളുണ്ട്. പച്ചയ്ക്ക് ഇപ്പോൾ മുസ്ലിങ്ങളെ കുറ്റം പറയുന്നതും അല്ലെങ്കിൽ ഹിന്ദുക്കളെ കുറ്റം പറയുന്നതും അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരെ എന്താ പറയുക കടക്ക് പുറത്ത് അല്ലെങ്കിൽ പടിക്ക് പുറത്ത് പോകുന്നൊക്കെ പറഞ്ഞ് അവഹേളിക്കുന്ന തരത്തിലുള്ള എത്രയോ സിനിമ 80-90s 90s ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പുറകെയൊന്നും പോകാനായിട്ട് അന്നത്തെ ജനങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ സിനിമകളിൽ അന്നും നിറഞ്ഞു നിന്നിരുന്ന വർഗീയത ജനങ്ങളുടെ മനസ്സിലില്ലായിരുന്നു, അതാണ് സത്യം. സിനിമകളിലുണ്ടായിരുന്നു, സിനിമാക്കാരുടെ ഇടയിലുണ്ടായിരുന്നു. അന്നും ഈ പ്രിയദർശനെ പോലുള്ളവരൊക്കെ പിന്നെ ഇത്തിരി ഈ പറയുന്ന പോലെ സ്വജാതിയെ സ്നേഹിച്ച് സ്വന്തം ജാതിക്ക് പ്രാധാന്യം കൊടുത്ത് സിനിമകൾ ഇറക്കിക്കൊണ്ടിരുന്ന ആളുകളാണ്. പക്ഷേ അന്ന് ജനങ്ങളുടെ മനസ്സിൽ അതില്ലാതിരുന്നതുകൊണ്ട് അവരൊക്കെ എൻജോയ് ചെയ്തതാണ്. കാരണം തെന്മാമിൻകുത്ത് പോലത്തെ പടങ്ങൾ നമുക്കറിയാം അത് എത്രത്തോളം ഹിറ്റാണെന്നും ആ സിനിമ നമ്മൾ ജാതി മതഭേദമന്യേ കണ്ട സിനിമകളാണ്, അത് എൻജോയ് ചെയ്ത സിനിമയാണ്. അതിനകത്ത് അഭിനയിക്കുന്നത് ആരാണ്, ആ പടം നിർമ്മിച്ചത് ആരാണ്, അല്ലെങ്കിൽ അതിൻ്റെ സംവിധായകൻ ആരാണ്, ഏത് ജാതിയാണെന്ന് അന്വേഷിച്ചിട്ടല്ല നമ്മൾ ആ സിനിമ കണ്ടത്. പക്ഷേ അതിനകത്ത് വ്യക്തമായിട്ട് കബീർ പന്നമ്മ ചോദിക്കുന്ന ഒരു സീനുണ്ട്, ഇവളുടെ ജാതി ഏതാണെന്ന്. അപ്പോൾ അതിനകത്ത് നെടുമുടി വേണു പറയുന്ന അല്ലെങ്കിൽ മോഹൻലാൽ പറയുന്ന നെടുമുടി വേണു പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, പേടിക്കേണ്ട നമ്മുടെ ജാതി തന്നെയാണെന്ന്. അവിടെ എന്താണ് നമ്മുടെ ജാതി അത് മനസ്സിലായോ? അപ്പോൾ എന്താണ് മറ്റുള്ള ജാതികൾ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല അല്ലെങ്കിൽ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തതാണ് മറ്റു ജാതികൾ എന്നൊക്കെ തരത്തിലുള്ള കുറേ ഡയലോഗുകൾ പ്രിയദർശൻ്റെ പടത്തിൽ പല പടങ്ങളിലുണ്ട്. അതുപോലെ തന്നെ ആധാരം എന്ന് പറയുന്ന ഒരു സിനിമയിൽ നമുക്കറിയാം, അതിനകത്ത് മുരളിയെക്കുറിച്ച് സുകുമാരി പറയുന്ന ഒരു സീനുണ്ട്, അവൻ മേത്തനാണെങ്കിലും അവന് വിവരമുണ്ട്, മനസ്സിലായോ? അവൻ മേത്തനാണെങ്കിലും അവന് വിവരമുണ്ട്, അതുകൊണ്ടാണ് അവൻ പടിക്ക് പുറത്ത് നിന്നതെന്ന്. അങ്ങനെ ഒരു ഡയലോഗ് ആ സിനിമയിൽ പറയുന്നുണ്ട് വ്യക്തമായിട്ട്. ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിപ്ലവം സൃഷ്ടിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ലഹള ഉണ്ടാക്കാൻ പറ്റിയ, തിയേറ്റർ അടിച്ചു പൊളിക്കാൻ പറ്റിയ ചില ഡയലോഗ്സുകളായിരുന്നു ഇത്. അങ്ങനെ ഒരുപാട് സിനിമകളിൽ നമുക്കറിയാം, ഹിസ്സൈൻ അബ്ദുള്ളയിൽ മ്ലേച്ഛൻ എന്ന് പറയുന്നത് പച്ചയ്ക്ക് ഒരു മുസ്ലിമിനെ വിളിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ഇതിനെതിരെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ അതൊക്കെ വലിയ വിഷയമാക്കി എടുക്കാനോ അന്നത്തെ തലമുറ ഉണ്ടായിരുന്നില്ല. കാരണം അവർക്ക് വിവരവും വിദ്യാഭ്യാസവും പക്വതയും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ തലമുറ അങ്ങനെയല്ല. ഇന്നത്തെ തലമുറ വേണ്ടിയതും വേണ്ടാത്തതും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിപ്ലവം സൃഷ്ടിക്കാനായിട്ട് തെരുവിലിറങ്ങിയാണ്. കാരണം ഇത് ഇന്നത്തെ തലമുറയെ പൂർണ്ണമായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ചില ആളുകൾ, ചില പ്രത്യേക താല്പര്യമുള്ള വിഷം ചീറ്റുന്ന ചില വിഷപ്പാമ്പുകൾക്കാണ് ഇത് പ്രത്യേക താല്പര്യം. അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കുക, ഈ വർഗീയത എന്ന് പറയുന്നത് ദൈവം എന്ന് പറയുന്നത് പോലും മനുഷ്യന് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. പിന്നെയാണ് ദൈവത്തിൻ്റെ പേരിലുള്ള ഇത്തരം കോലാഹലങ്ങൾ. ഓക്കെ.